തൃശൂർ കുന്നംകുളത്തെ പോലീസ് മൂന്നാം മുറയിൽ CPO ശശിധരന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണിപ്പോൾ. തൃക്കൂരിലെ വീട്ടിലേക്കാണ് പ്രതിഷേധം. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ അവർ ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉദ്യോഗസ്ഥരുടെ വസതിയിലേക്ക് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു പ്രതിഷേധമുണ്ടാകും, കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന്. ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയാണ്? അനുജ, ഇപ്പോൾ ഈ ശശിധരന്റെ തൃശൂർ തൃക്കൂരിലെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇത് വീടിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകരെ ചിലരെ പോലീസ് ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ ശ്രമിച്ചതോടുകൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ ബാരിക്കേഡിന് മുകളിലൂടെ കയറി ഈ പ്രവർത്തകർ ചാടി ഈ ശശിധരന്റെ വീടിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അത്തരത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കടക്കുന്നു. കഴിഞ്ഞ ദിവസം CPO സജീവന്റെ വീട്ടിലേക്കടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് എത്തിയിരുന്നു. വീടിന് സമീപം അടക്കം ഈ പോസ്റ്റർ അടക്കം പതിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CPO ശശിധരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഈ ശശിധരനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു സമീപനമായിരുന്നു ഈ പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്ന് തന്നെ ഉണ്ടായത്. ഈ 3 പോലീസുകാർക്കെതിരെ, സജീവൻ, ന്യൂമാൻ, അതോടൊപ്പം തന്നെ സന്ദീപ്, ഇങ്ങനെ 3 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തപ്പോഴും സജീവനെതിരെ സേനാതലത്തിൽ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. ബാക്കി 3 പോലീസുകാരുടെ ഗ്രാറ്റുവിറ്റി അടക്കം 2 വർഷത്തേക്ക് തടഞ്ഞു വെച്ചിരുന്നു. അപ്പോഴും ഈ ശശിധരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്ന് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശശിധരന് വേണ്ടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശശിധരന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് ശക്തമായ പ്രതിഷേധം അറിയിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്ന. ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ശ്രമം അത് പ്രവർത്തകർ നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒരു സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാരിക്കേഡ് പൂർണ്ണമായും ഒരു വശത്തേക്ക് നീക്കിയിട്ടുണ്ട്. കുറച്ച് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ പോലീസും ഇവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഈ പരിക്കേറ്റ സുജിത്തിന്റെ വീട്ടിലെത്തിയ ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സാധാരണ കോൺഗ്രസിന്റെ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിം, അതായത് സാധാരണ പാലിച്ചു വരുന്ന ഒരു രീതി ആയിരിക്കില്ല ഈ വിഷയത്തിലുണ്ടാകുക. അത്രമാത്രം ക്രൂരമായ മർദ്ദനമാണ് സുജിത്തിന് നേരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ഉണ്ടാകില്ല. ശക്തമായ പോർമുഖം തുറക്കും എന്ന് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതാണ്. സാധാരണഗതിയിൽ ഈ പോലീസുകാരുടെ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്കൊക്കെ പ്രതിഷേധം നടത്തുന്ന പതിവില്ല. പക്ഷേ അത്തരം പതിവുകൾ അവസാനിപ്പിക്കുകയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഈ ബാരിക്കേഡ് തന്നെ മറികടന്ന് ഈ വീടിന് പരിസരത്തേക്ക് എത്താനുള്ള ഒരു നീക്കം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബാരിക്കേഡ് എടുത്തുയർത്തി മാറ്റാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നതാണ്. എന്തായാലും വലിയ പ്രതിഷേധം അത് തൃക്കൂരിലും അരങ്ങേറുകയാണ്. അനുജ, കുന്നംകുളത്തെ പോലീസ് മൂന്നാം മുറയിലാണ് CPO ശശിധരന്റെ വീട്ടിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നുണ്ട്. ശശിധരന്റെ തൃക്കൂരിലെ വസതിയിലേക്കാണ് പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.